ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ ഞാൻ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സാമ്പാർ വെക്കാറുള്ളതാണ്. പക്ഷെ ഞാനിത് സാമ്പാറിനകത്ത് ഉലുവച്ചീര അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉലുവച്ചീരയും പരിപ്പും കൂടെ ഇട്ട് വെച്ചാലും സൂപ്പറായിരിക്കും. ഇച്ചിരി കയ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മേടിച്ചുകൊണ്ട് വന്നാൽ ഒരു കെട്ട് ഞാൻ പരിപ്പൂൻ്റെ കൂടെ വെച്ച് ഇന്ന് കുറച്ച് പച്ചക്കറിയുടെ കൂടെ സാമ്പാറിലിട്ട് വെച്ചാലോ എന്ന് ഓർത്ത് ഞാൻ വെച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വെക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉലുവച്ചീര നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ചൂടൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഞാൻ ഉലുവച്ചീര എടുത്ത് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2 ഫ്ലവർ ഉണ്ടായി. അപ്പോൾ കുട്ടികൾ വീട്ടിലാണല്ലോ, അപ്പോൾ രാവിലെ അതെന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് പോയ കുട്ടികൾ തിന്നുകൊണ്ടിരിക്കുമല്ലോ എന്ന് നോക്കി അതെടുത്ത് വെച്ചു. ഇതുണ്ടോ പച്ചപ്പുഴു ഒളിഞ്ഞിരിക്കണത്, ഇവൻ ഇങ്ങനെ കുറേ ഉണ്ടാവും. നമ്മളിതെല്ലാം അരിഞ്ഞിട്ട് ആദ്യം നല്ല പച്ചവെള്ളത്തിൽ ടാപ്പ് വാട്ടറിലിട്ട് നന്നായിട്ട് കഴുകണം. അതിനുശേഷം ചൂടുവെള്ളത്തിലിട്ട് നല്ല തിളപ്പിച്ച് മാറ്റി പിന്നെ ചെയ്യാവുള്ളൂ. ഇതാ എൻ്റെ സാമ്പാർ ഇവിടെ നല്ല തിളാന്ന് തിളയ്ക്കാണ്. അടിപൊളി സാമ്പാറാണ്. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാറൊക്കെ റെഡിയായി. പിന്നെ ഇതാ അവിടെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനം എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. വെള്ളം വാർത്തിട്ട് മാറ്റി വെക്കണം. പിന്നെ ഇന്നലെ മേടിച്ചതിൻ്റെ അകത്ത് പൊറോട്ട കുറച്ച് ബാലൻസ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ പൊറോട്ട എല്ലാം നല്ല പിച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്നാണോ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഞാൻ കോളിഫ്ലവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറൊക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം എന്തായി, കൊത്തു പൊറോട്ടയായി. അപ്പോൾ ഞാൻ കൊത്തു പൊറോട്ട ചെയ്തതിന് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ രാവിലെ സമയമില്ല, കടയ്ക്ക് പോകുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാ കൊത്തു പൊറോട്ട ആക്കി വെച്ചിട്ടുണ്ട്. കൊത്തു പൊറോട്ട ഇഷ്ടമുള്ള എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യണേ. അടിപൊളിയായിരിക്കും. ഇതാ അവിടെ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി വരുന്നതിന് മുമ്പ് ഷെറിന് ഞാൻ കൊത്തു പൊറോട്ട കൊടുക്കട്ടെ, അവൻ കളിക്കാൻ പോകാൻ സമയമായി. അപ്പോൾ രാവിലെ സമയം ഇവിടെ 8:30 ആയിട്ടോ. അവനും ഭയങ്കര ഇഷ്ടമാണ് കൊത്തു പൊറോട്ട ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അവന് പെട്ടെന്ന് തന്നെ കോളിഫ്ലവറും കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കോളിഫ്ലവർ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും. പിള്ളേർ എവിടെ പോയാലും കോളിഫ്ലവർ ചോദിക്കും കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ 65 പോലെ ചെയ്ത് കൊടുക്കണത് നല്ല ക്രിസ്പി ആയിട്ട് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സാൻഡ്ര ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ടില്ല, അതുകൊണ്ട് കഴിക്കുന്നില്ല. ഷെറിന് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അവൻ പറയും എങ്ങനെയുണ്ടെന്നുള്ളത് പറയും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചടപടേന്ന് എടുത്ത് വെക്കട്ടെ, എനിക്കിന്ന് നേരത്തെ പോവുകയും വേണം, ഷെറിനും കൂടെ പോകണം. അപ്പോൾ അതാ രണ്ടാമത്തെ റൗണ്ടും കൂടി ഇട്ടിട്ട് ഞാൻ ഷെറിന് കൊണ്ട് കൊടുത്തിട്ടോ. അവൻ്റെ കടിക്കുന്നുണ്ടല്ലേ എങ്ങനെയാണെന്ന്. അടിപൊളി നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാനും കഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വേറൊന്നുമില്ല, ഞാൻ ഒരുങ്ങി കടയിലോട്ട് പോട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ബിലോ.